DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 16 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലിനും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതിശക്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് പവന് 720 രൂപയാണ് കുറഞ്ഞത്. 1,15,080 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 90 രൂപയാണ് കുറഞ്ഞത്. 14,385 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഇന്നലെ 2 തവണകളായി പവന് 3,240 രൂപയാണ് ഇടിഞ്ഞത്. അടുത്ത അറിയിപ്പ്, കർഷകർക്ക് സമാശ്വാസ പദ്ധതിയുമായി കൃഷി വകുപ്പ് എത്തിയിരിക്കുകയാണ്. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് റബ്ബർ കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യ വർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും എന്ന രീതിയിൽ ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭ്യമാകും. റബ്ബർ ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് ഇതിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്ന വേളയിൽ പുതിയ റബ്ബർ തൈകൾ വാങ്ങിയതിന്റെ ബില്ലുകൾ, കർഷകന്റെയും കൃഷിഭൂമിയുടെയും മറ്റ് വിവരങ്ങൾ എന്നിവ കൃത്യമായി ഓൺലൈനായി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ കർഷകർക്ക് അപേക്ഷ നൽകാം. അടുത്ത അറിയിപ്പ്, ഈ മാസത്തെ പെൻഷൻ വിതരണം മെയ് മാസം അവസാന ആഴ്ചയിൽ, അതായത് അവസാന തിങ്കളാഴ്ചയായ മെയ് 25 മുതൽ ആരംഭിക്കുന്നതാണ്. മുൻ മാസങ്ങളിലേതുപോലെ തന്നെ ഇത്തവണയും ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ ധനസഹായമായി 2,000 രൂപ വീതമായിരിക്കും ലഭിക്കുക. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്ന പുതിയ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ പുതിയ മന്ത്രിസഭയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഇത്തരം പ്രക്രിയകൾക്ക് വരും മാസങ്ങളിൽ മാത്രമേ തുടർച്ചയുണ്ടാകൂ എങ്കിലും നിലവിലെ പെൻഷൻ മുടക്കം കൂടാതെ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതോടൊപ്പം സംസ്ഥാനത്ത് ഇതുവരെയായിട്ടും ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത 2.5 ലക്ഷത്തോളം ആളുകൾ ഉണ്ടെന്നാണ് കണ്ടെത്തൽ. മുൻപ് സർക്കാർ ആവശ്യപ്പെട്ട സമയത്ത് സർട്ടിഫിക്കറ്റ് നൽകാൻ വിട്ടുപോയ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ പെൻഷൻ തുക ലഭിക്കുന്നുണ്ടെങ്കിലും അവർ എത്രയും വേഗം ഇത് സമർപ്പിക്കേണ്ടതുണ്ട്. 2026 ജൂൺ 30 വരെയാണ് ഇതിനായി സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനാൽ അതിനു മുൻപായി വരുമാന സർട്ടിഫിക്കറ്റ് ഇതുവരെ നൽകാത്തവർ ഹാജരാക്കുവാൻ ശ്രദ്ധിക്കുക. ഈ സമയപരിധിക്കുള്ളിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത ഗുണഭോക്താക്കളെ പെൻഷൻ പദ്ധതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.